Hello friends, welcome back to our channel. അങ്ങനെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ 10th വീക്കിലേക്ക് എത്തിയിട്ടുണ്ട് ട്ടോ. അപ്പോൾ നമുക്ക് 12th വീക്ക് വരെയാണ് ഉള്ളത്. ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ ഇത്രയും വീക്സിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ 10th വീക്കിലേക്ക് എത്തിക്കുന്നതാണ്. നമുക്കിനി 2 വീക്സും കൂടി പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഹെയർ ട്രാൻസ്ഫോർമേഷന്റെ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യാനുണ്ട്. അപ്പിയറൻസ് മാറ്റിയെടുക്കാനുള്ള, ടെക്സ്ചർ മാറ്റിയെടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഇനി നമ്മൾ ഈ 3 വീക്സിൽ ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രിഫലയുടെ പാക്കിന് മുൻപ് ഒരു കോഫി ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും നല്ല അടിപൊളി റിസൾട്ടാണ് എന്നോട് ചെയ്തവരൊക്കെ നന്നായിട്ട് പറഞ്ഞത്. നല്ല സിൽക്കി ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഹെയർ. അപ്പോൾ അത് കേട്ടതിൽ നല്ല ഹാപ്പിയാണ് ഞാൻ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ അപ്പിയറൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. പ്ലസ് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ തിക്നെസ് ഇല്ലേ, നമ്മൾ ഇപ്പോൾ നേരിയ മുടിയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ വലിക്കുമ്പോഴേക്കും അത് പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോവാതെ നമ്മളുടെ മുടിക്ക്, നമ്മളുടെ ക്യൂട്ടിക്കിളിന്, മുടിയിലെ ക്യൂട്ടിക്കിളില്ലേ, ക്യൂട്ടിക്കിളിന് നല്ലൊരു ഹെൽത്തി അപ്പിയറൻസ് കൊടുത്ത് അതിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്ത് നമ്മുടെ മുടീനെ നല്ല രീതിയിൽ വളർത്താനും അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് നമ്മളുടെ തേങ്ങ വെച്ചിട്ടാണ്. തേങ്ങാപ്പാൽ വെച്ചിട്ടാണ്. അപ്പോൾ തേങ്ങാപ്പാലും നമ്മുടെ റൈസുമാണ് നമുക്കിന്ന് ഇതിൽ വേണ്ടത്. പെട്ടെന്ന് മറന്നുപോയി, കുറച്ച് മറവി കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു കുഞ്ഞു സൂത്രം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ആകുമ്പോഴേട്ടോ നമ്മുടെ ഈ ഹെയർ പാക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മൾ പറയുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ ചേർന്ന് കഴിയുമ്പോഴാണ് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അത് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ്സ്, സജഷൻസ് എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യമായിട്ട് എടുത്തേക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു അരമുറി തേങ്ങയാണ്. വലിയ തേങ്ങയൊന്നും അല്ല, ഒരു ചെറിയ തേങ്ങയാണ്. കാണുമ്പോൾ മനസ്സിലാവില്ലേ, നമ്മൾ ഭയങ്കര വലിയ പീസ് എടുക്കണമെന്നില്ല. നമ്മുടെ ഹെയറിൽ കൊള്ളാവുന്ന അത്രയും ക്വാണ്ടിറ്റി നമുക്ക് പാലെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തേങ്ങ എടുക്കാം. എന്നിട്ട് അതിന് നമ്മൾ പാലെടുക്കുന്ന രീതി നമുക്കറിയാൻ പറ്റുമല്ലോ. തേങ്ങ ഒന്ന് ചിരകിയിട്ട് അതൊന്ന് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കണമെന്നില്ല. അതുപോലെ തന്നെ വേണമെങ്കിൽ 2 വട്ടം ഒന്ന് പിഴിഞ്ഞെടുക്കാം, അതിൻ്റെ മാക്സിമം പാല് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കറിക്കൊക്കെ ഇടാനാണെങ്കിലും എടുക്കുമ്പോഴേക്കും 2-3 വട്ടമൊക്കെ എടുത്ത് വെക്കാറില്ല. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വേണമെങ്കിൽ 2 വട്ടം ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് മാക്സിമം പാല് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 2 വട്ടം പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കാതെ പിഴിയാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വെള്ളം ആയിപ്പോവും. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറാണ് കേട്ടോ. അപ്പോൾ വെള്ളച്ചോറ്, നമ്മുടെ ഇപ്പോൾ ഇന്ന് വെച്ച ചോറാണ്. അങ്ങനെയാണ് കേട്ടോ എടുത്തേക്കണേ, ഞാൻ എടുത്തേക്കണേ അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഒരു 5 ടേബിൾ സ്പൂൺ എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു സൂത്രം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബദാമാണ്, നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഒരു 10 ബദാം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൂൺ വെച്ച് ആക്കി കഴിയുമ്പോഴേക്കും അതിൽ ഏകദേശം ഇങ്ങനെ പതിയെ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ പോലെ അതിൻ്റെ തൊലിയിൽ വരാൻ തുടങ്ങും. അപ്പോൾ അത് കുറച്ചൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ആ ചെറിയ ജാറിലെ അതിനകത്ത് ഇട്ടാലായിരിക്കും കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് ഓയിൽ കണ്ടൻറ്റും കൂടി ഉണ്ടാവും. എന്താ പറയുക, ഭയങ്കര റോസ്റ്റ് ആവാത്തതുകൊണ്ട് കുറച്ച് തരികൾ കൂടുതലായിരിക്കും. അപ്പോൾ മാക്സിമം ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 സ്പൂൺ ഉണ്ടാവും ഇപ്പോൾ ഒഴിച്ചേക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളം തന്നെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ്. എന്നിട്ട് നമുക്കതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ മുന്നേ എടുത്ത പാലും അതുപോലെ തന്നെ ചോറും കൂടി മിക്സിയിൽ അടിച്ച് വെച്ചേക്കുന്നതാണത്. എന്നിട്ട് നമ്മുടെ ഈ ബദാമില്ലേ, ബദാം പൊടിച്ചിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കുതിർത്തത്, അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക. നമ്മുടെ ഹെയർ പാക്കായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്.
അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഹെയറിലേക്കുള്ള ആപ്ലിക്കേഷൻ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാ വീഡിയോസിലും പറയണ പോലെ തന്നെ ഈ ഒരു വീഡിയോയിലും പറയുന്നുണ്ട്, നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ. അപ്പോൾ ഒരു ചീപ്പെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് അതിലെ കെട്ടൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഹെയർ ഓയിൽ ചെയ്തിട്ടാണ് ഞാൻ ഈ ഹെയർ പാക്ക് ഇടുന്നത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഹെയർ ഓയിൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്സ് ഓയിൽ എടുത്തിട്ടുണ്ട്. ആകെ അത്രയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ മുടിയിലും ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണതാണ്. അല്ലാതെ വേറെ ഹെയർ ഓയിലിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ 2-3 ഡ്രോപ്സ് മാത്രമാണ് മുടിയിലേക്ക് എല്ലായിടത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഒരു ചീപ്പ് എടുത്തിട്ട് നന്നായിട്ട് മുടി ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ എല്ലായിടത്തേക്കും ഇവനായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇനി രണ്ടാമത് ചെയ്യുന്നത് ഇപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വെള്ളമാണ്. അതൊരു സ്പ്രേയിങ് ബോട്ടിലാക്കിയിട്ട് ഞാൻ ജസ്റ്റ് സ്പ്രേ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം എന്താ പറയുക, ഭയങ്കര നനഞ്ഞു പോവില്ല, എന്നാൽ മുടി ഒന്ന് ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്. ആ ഒരു പരുവത്തിലേക്ക് മുടി ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എണ്ണ ഇട്ടിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ പോകണമെങ്കിൽ മുടി ഇങ്ങനെ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ എണ്ണ ഇടാതിരുന്നത് കൊണ്ടാണ് മുടി നനച്ചത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഹെയർ പാക്ക് തലയിലേക്ക് ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാകുന്നത്. നല്ല ക്രീമി ആയിട്ട് തിക്കായിട്ടുള്ളൊരു ഫ്ലൂയിഡായിട്ട് ഇരിക്കും കേട്ടോ. അത് ആകെ അതിനകത്ത് തരികൾ ഉണ്ടാവുന്നത് നമ്മുടെ അരിയുടെ അതുപോലെ തന്നെ മീൻസ് ചോറിൻ്റെ അതുപോലെ തന്നെ ബദാമിൻ്റെ ആണ്. നല്ല സൂപ്പർ മണമാണ് കേട്ടോ, നല്ല തേങ്ങാപ്പാലിൻ്റെ മണമാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ല ക്രീമി ആയിട്ടിരിക്കും. നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഹെയറിൻ്റെ ഹെയറിന് നല്ല ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മുടി വളരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ സ്കാൽപ്പിലേക്കും കൂടി അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി കളയണം. കാര്യം ഇത് നല്ല സ്റ്റിക്കി ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. സ്കാൽപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അത് പോവുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ ഹെയർ പാക്ക് തലയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സ്കാൽപ്പ് തൊട്ട് നമ്മുടെ മുടിയുടെ അറ്റം വരെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഫുള്ളായിട്ട് എല്ലാ മുടിയും നമ്മുടെ ഹെയർ പാക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണതാണ്. അപ്പോൾ അങ്ങനെ വേണം, നല്ല കനത്തിൽ വേണം ഇടാൻ. ഞാൻ ഇവിടെ ഇരുന്ന് ഇടാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പണിയാണ്. അത് എല്ലാ ഹെയർ പാക്ക് ഇടുമ്പോഴും ഭയങ്കര സൂക്ഷിച്ച് വേണം ഇടാൻ. ഇതിപ്പോൾ കുറച്ച് തേങ്ങയുടെ അതുള്ളതുകൊണ്ട് നേരൊരു മധുരിപ്പുണ്ടാവും. എങ്ങാനും എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾ വന്നിട്ട് പിന്നെ ഞാനിപ്പോൾ ബെഡിലിരുന്നാണല്ലോ എടുക്കുന്നത്, കിടക്കാൻ നേരത്ത് ഉറുമ്പായിരിക്കും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങളതുപോലെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി മീൻസ് മുറ്റത്തേക്ക് അല്ലെങ്കിൽ വർക്ക് ഏരിയയിലേക്കൊക്കെ ഇറങ്ങി നിന്നിട്ട് ഇടാം കേട്ടോ. പിന്നെ ഇത് ഇടുമ്പോഴേക്കും നമ്മുടെ മുടിയിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ്, കുറച്ച് തിക്കായിട്ട് ഇടുക. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. നന്നായിട്ട് നമ്മുടെ മുടിയിലേക്ക് ഇത് ഇറങ്ങി ചെല്ലണം. എന്താ പറയുക, ഓരോ മുടിയുടെ സ്ട്രാൻഡ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇത് നന്നായിട്ട് നമ്മുടെ ഹെയറിനെ നറിഷ്ഡ് ആക്കിയിട്ട് നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കിയിട്ട് നല്ല കണ്ടീഷൻഡ് ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് വെക്കുള്ളൂ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ വരെ വെക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ വരെയൊക്കെ വെച്ചാൽ മതി. നമ്മൾ എന്തോരം നേരം വെക്കുന്നോ, അതായത് ഉണങ്ങി ഭയങ്കര ടൈറ്റായി പോകരുത്, അതിന് മുന്നേ കഴുകി കളയണം. എന്താ പറയുക, ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇടുന്നതാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തുമ്മലും ജലദോഷമൊക്കെ വന്നാലോ, എനിക്കതാണ് കേട്ടോ പേടി. നിങ്ങളിനി ഞാൻ പറയണ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയണത്, കുറച്ച് നേരം വെച്ചാൽ മതി എന്ന്. പക്ഷേ നമ്മൾ ഈ ഹെയർ ട്രാൻസ്ഫോർമേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ഹെയർ പാക്സും, അതായത് സ്ട്രെയിറ്റൻ ചെയ്യാനൊക്കെ നമ്മൾ ഓരോ ഹെയർ പാക്സ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ, അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം വെച്ചാലാണ് നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ പാക്സ് ഇട്ട് ശീലമുള്ളവരാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും വെക്കാം, മീൻസ് ഉണങ്ങുന്നത് വരെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകി കളയാട്ടോ. അപ്പോൾ കഴുകി കളയുമ്പോഴേക്കും നമുക്ക് ഓയിൽ ഒട്ടും തലയിൽ വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകി കളയാം. അല്ലെങ്കിൽ നമുക്ക് താളിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണെങ്കിലും കഴുകി കളയാം. അപ്പോൾ ഫുൾ നാച്ചുറലായിട്ടിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, കഴുകുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ പതിയെ ഒന്ന് മസാജ് ചെയ്ത് കഴുകുക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും വല്ല പൊടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും പൊടികൾ പോവാതെ നമ്മുടെ മുടിയിൽ അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ റൈസിൻ്റെ അതുപോലെ തന്നെ ബദാമിൻ്റെ തരികളൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ മുടി ഉണങ്ങിക്കഴിയുമ്പോൾ, മുടി നനഞ്ഞിരിക്കുമ്പോൾ ഒന്നും ചെയ്യരുത്. ഉണങ്ങിക്കഴിയുമ്പോഴേക്കും ഒരു പല്ലകന്ന് ചീപ്പ് വെച്ചിട്ട് പതിയെ ഒന്ന് ചീകി കളയുക. അപ്പോഴേക്കും ഈ പൊടികളും പോവും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ നന്നായിട്ട് മുടി ഉണങ്ങി കഴിയുന്ന സമയത്ത് സാധാരണ ചീപ്പില്ലേ, പല്ലെടുത്തെടുത്തിരിക്കുന്ന ചീപ്പ്, ആ ചീപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പൊടികളും കൂടിയൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ മുടി കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും, മുടി വളരാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ആണെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യാം. പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സൺഡേ ആണ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫോൺ കിട്ടുള്ളൂ. ഇതിപ്പോൾ അപ്പച്ചൻ്റെ ഫോണാണ്. എൻ്റെ ഫോണിൽ ഇത്രയും പോലും ക്ലാരിറ്റിയിൽ കിട്ടില്ല. അപ്പോൾ അപ്പച്ചനുള്ള സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പച്ചനുള്ള സമയത്താണ് രാത്രി ഞാനും ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ലേറ്റ് ആവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇതിൻ്റെ റിസൾട്ടിൻ്റെ കാണിക്കാനാണെങ്കിലും വീഡിയോ എടുക്കണമൊക്കെ കുറച്ച് പണിയാണ്. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോ കാണിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഞാൻ റിസൾട്ട് കാണിക്കാറ്. അപ്പോൾ ഒരു വീഡിയോൻ്റെ മാത്രമാണ് നമ്മൾ റിസൾട്ട് കാണിച്ചിട്ടുള്ളത്, ആ വെറ്റില ഹെയർ പാക്കിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ എല്ലാം പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.